ഈയിടയ്ക്ക് വന്ന ജൊഹാൻ ക്രൂയിഫിൻ്റെ പാക്ക് കണ്ടിട്ടുണ്ടായിരിക്കും, അതായത് ഈ പാക്ക്. സോ ഈ പാക്കിൻ്റെ റിവ്യൂയെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈയിടയ്ക്ക് വന്ന ജൊഹാൻ ക്രൂയിഫിൻ്റെ പാക്കാണ്. സോ ഈയിടയ്ക്ക് വന്ന ജൊഹാൻ ക്രൂയിഫിൻ്റെ പാക്കിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അതായത് ഈ പാക്കാണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജൊഹാൻ ക്രൂയിഫ്. സോ ആള് 103 വരെ പോകുന്ന കാർഡാണ്. ബൂസ്റ്റർ ഞാൻ കൊടുത്തതിൻ്റെ ഒരു കുഴപ്പമാണ്. ഓക്കെ, ബൂസ്റ്ററിൻ്റെ ഇല്ലായിരുന്നു. സോ ഇതാണ് ഹൈറ്റ് 180 വരുന്നുണ്ട്. ഡോമിനൻ്റ് റൈറ്റ് ലെഗ് വരുന്നുണ്ട്. ലെവൽ 32 ആക്കി. ഓക്കെ, പ്രോഗ്രഷൻ പോയിൻ്റ് കൊടുക്കാറുണ്ട്. മാച്ച് പ്ലെയർ 35 മാച്ച് ഗോൾസ്. ഓക്കെ, സോ ഇതാണ് എപ്പിക് കാർഡാണ്. ഓക്കെ, സോ നെതർലൻഡിൻ്റെ ഒരു എപ്പിക് കാർഡാണ്. പ്ലേയിങ് സ്റ്റൈലായിട്ട് ഒരു ഹോൾ പ്ലെയറാണ് ഗൈസ്. ഓക്കെ, ഒരു ഹോൾ പ്ലെയറാണ്. പ്ലേയിങ് സ്റ്റൈൽ അജിലിറ്റി കിങ് ഉണ്ട്. അഡീഷണൽ പൊസിഷൻ സെൻറ്റർ മിഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ഹോൾ പ്ലെയറാണ്. ഓക്കെ, സോ ഹോൾ പ്ലെയറിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ളായിട്ട് കളിക്കുന്ന ഇതാണ്. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മുടെ സ്റ്റാറ്റ്സ് നോക്കാം. ഓക്കെ, നല്ലൊരു സ്റ്റാറ്റ്സാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു കാർഡ് കിട്ടിയ മുതലാണ് ഗൈസ്. ഓക്കെ, സോ നല്ല മുതലായിട്ടുള്ളൊരു കാർഡാണിത്. ഒഫൻസീവ് അവയർനെസ് 95, ബോൾ കൺട്രോൾ 100, ഡ്രിബിളിങ് 97, ടൈറ്റ് പൊസഷൻ 97, ലോ പാസ് 98, ലോ പാസ് 91, ലോഫ്റ്റഡ് പാസ് 90, ഫിനിഷിങ് 89 ഉണ്ട്, കേൾ 84 ഉണ്ട്. സോ അങ്ങനത്തെ നല്ല സ്പീഡ് 91, ആക്സലറേഷൻ 95, കിക്കിംഗ് പവർ 89, ബാലൻസ്, സ്റ്റാമിന 86 കുറച്ച് കുറവാണ്. പക്ഷേ ഫുള്ളായിട്ട് നോക്കിയാൽ അതൊറ്റ എഴുതുന്നല്ലോ, ബാക്കി എല്ലാം അടിപൊളിയാണ്. കിട്ടിയ മുതലാണ് ഗൈസ്. ഓക്കെ, സോ ഓഫ് ദ ബോൾ ഉണ്ട്, സ്ട്രൈക്കേഴ്സ് ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. സോ സ്ട്രൈക്കേഴ്സ് നമുക്ക് 109 ആക്കാതാണ് എൻ്റെ ഒരു വിശ്വാസം. നോക്കണം ഇനി. ഓക്കെ, സോ സ്കിൽസിലോട്ട് വന്നു കഴിഞ്ഞാൽ മാസിലർ ടേൺ, കട്ട് ബിഹൈൻഡ് ആൻഡ് ടേൺ, മോണുമെൻ്റൽ ഡ്രിബിളിങ്. അതാണ് മോണുമെൻ്റൽ ഡ്രിബിളിങ്ങും അറ്റാക്കിംഗ് സർജാണ് സ്പെഷ്യൽ ഇതായിട്ടുള്ള സ്കില്ല്. കട്ട് ബിഹൈൻഡ് ടേൺ, ലോങ് റേഞ്ച് കേർലുണ്ട്, അക്രോബാറ്റിക് ഫിനിഷ് ഉണ്ട്, ഹീൽ ട്രിക്ക്, വൺ ടൈം ഷോട്ട്, വൺ ടച്ച് പാസ്, ഔട്ട്സൈഡ് കേർലർ, അറ്റാക്കിംഗ് സർജ്. പക്ഷേ ഈ അറ്റാക്കിംഗ് സർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാഫിൻ്റെ അപ്പുറത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പ്ലേയേഴ്സിനും സ്പീഡ് കൂടും. അതാണ് ഈ അറ്റാക്കിംഗ് സർജ്. അതും മൊമെൻറ്റം ഡ്രിബിളിങ്ങുമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അഡീഷണൽ സൊബേറോ, സിസേഴ്സ്, ഫൈറ്റിംഗ് സ്പിരിറ്റ്, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. റാൻഡമായിട്ട് ഞാൻ കൊടുത്തിരുന്നതാണ്. ഓക്കെ, പൊസിഷനിലേക്ക് നോക്കാം. ഓക്കെ, ഇതാണ് പൊസിഷൻ. ഫിനിഷിങ് 4, ലോ പാസ്, ലോഫ്റ്റഡ് പാസ്, അങ്ങനത്തെ കാര്യങ്ങളില്ല. ഓക്കെ, 4, 8, 12, 8, 7. ഓക്കെ, സോ ഇതാണ് ബെസ്റ്റെന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് നിങ്ങളുടെ ഇഷ്ടമാണ്. ഡ്രിബിളിങ് ഇതൊക്കെ കൂട്ടിയിട്ട് ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു ഒപ്പീനിയൻ ഇതാണ് നല്ലത്. ഓക്കെ, സോ നിങ്ങളിഷ്ടം. ഓക്കെ, സോ ഇനി നമുക്ക് ഇതിനെ വെച്ചൊരു മാച്ച് കളിച്ച് കാണിക്കാം, അന്നേരം എല്ലാവർക്കും മനസ്സിലാവും. ഓക്കെ, സോ ജസ്റ്റ് നമുക്ക് ആ മാച്ചിലേക്ക് പോകാം ഗൈസ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. സോ നമുക്ക് കുറച്ച് ലാഗൊക്കെ ഒന്ന് ക്ഷമിക്കുക. നെറ്റ്വർക്കിൻ്റെ കുറച്ച് കുഴപ്പങ്ങളാണ്. കുറച്ച് നമ്മൾ സെറ്റ് ആയിക്കോളും. ഓക്കെ, സോ നമുക്ക് ജൊഹാൻ ക്രൂയിഫിൻ്റെ കളി നോക്കാം ഗൈസ്. ഇതാണ് ജൊഹാൻ ക്രൂയിഫ്. നമ്മുടെ മോണുമെൻ്റ് ഡ്രിബിളിങ് വെച്ചൊന്ന് ഡ്രിബിൾ ചെയ്ത് നോക്കാം ഗൈസ്. ഓക്കെ, പക്ഷേ നൈസാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണുന്നപ്പോൾ തന്നെ മനസ്സിലേക്ക് കാണും. അടിപൊളി കാറാണ്, ഒന്നും പറയില്ല. സോ ചെറിയൊരു നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം മാത്രമാണ്. ഓക്കെ, അതിപ്പോൾ പഴയതുപോലെ ആയിക്കോളും. സോ അപ്പോൾ വീഡിയോ ആയിട്ടാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇറ്റ്സ് ജൊഹാൻ ക്രൂയിഫ്. ഓക്കെ, അതിൻ്റെ മിസ്റ്റേക്കാണ്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ ഓണസ്റ്റ് റിവ്യൂ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. ഓക്കെ, ലാഗ് അടിക്കുന്നതുകൊണ്ട് കുറച്ച് പാടാണ്. ഓക്കെ, സോ നിങ്ങൾ കിട്ടിയവർ ഓണസ്റ്റ് റിവ്യൂ പറയുക. ഓക്കെ, ഞാൻ എൻ്റെ ഓണസ്റ്റ് റിവ്യൂ ആണ് പറയുന്നത്. കിട്ടിയ മുതലാണ് ഗൈസ്. കാരണം അത്രയ്ക്ക് അടിപൊളി കാർഡെന്ന് പറഞ്ഞാൽ അടിപൊളി കാർഡാണ്, ഒന്നും പറയില്ല.
അതുകൊണ്ട് അതിൻ്റെ ഇതിപ്പോൾ കാണിച്ചു തരാം ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ വെച്ചിട്ട് ഒരു ഡ്രിബിളൊക്കെ ചെയ്ത് ഇങ്ങനെ പോയി, അവിടെ നിന്ന് ഇങ്ങനെ പോയി. ലാഗ് അടിച്ചില്ലായിരുന്നു, ഇപ്പം എല്ലാം സെറ്റായിന്. അതിപ്പോൾ ഇവൻ്റെ കുഴപ്പമല്ല, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ ബോൾ പാതി എടുക്കാം നമുക്ക്. ഓക്കെ, അവന്മാർ ഓടിച്ച്. ഓക്കെ, സോ നമുക്ക് തിരിച്ചടിക്കണം. ഓക്കെ, സോ ഇപ്പോൾ ഒന്നും പറയല്ല, അടിപൊളി കാർഡാണ്. എൻ്റെ കൺട്രോളിൻ്റെ എൻ്റെ ബോൾ കൺട്രോളിന് ചെറിയ കുഴപ്പമാണ്. അതെ, എനിക്ക് ഡ്രിബിൾ ചെയ്യാൻ അറിയാത്ത തന്നെയാണ്, ക്ഷമിക്കുക, ഞാൻ വലിയ പ്ലെയറൊന്നും അല്ല. ഓക്കെ, സോ ഗോൾ. പക്ഷേ ഈ ഒരു ഗോൾ കണ്ടപ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണും. ഓക്കെ, സോ അതുകൊണ്ട് ഈ കാർഡിൻ്റെ ഇതൊക്കെ അടിപൊളി കാർഡാണ്, ഒന്നും പറയില്ല. ഷോട്ടിന് ഷോട്ട്, ഡ്രിബിളിങ്ങിന് ഡ്രിബിളിങ്, എല്ലാ കാര്യങ്ങളും ഉണ്ട് ഗൈസ്. ഓക്കെ, സോ ഒന്നും പറയില്ല, നല്ല അടിപൊളി കാർഡാണ്. സോ അത് എടുക്കാൻ പറ്റുന്നവർ എടുത്തവർ, ഇപ്പോൾ ഈ കാർഡ് കഴിഞ്ഞ് പാക്ക് പോയി, എനിക്കിപ്പോഴാണ് ഒരവസരം കിട്ടിയത് ഇടാനായിട്ട്. ഓക്കെ, സോ എടുക്കാൻ പറ്റുന്നവരൊക്കെ എടുത്തവരൊക്കെ എന്തായാലും ഇട്ട് കളിപ്പിക്കുക, കാരണം അത്ര മുതലാവുന്ന ഒരു കാർഡ് തന്നെയാണ്, ഒന്നും പറയില്ല, നല്ല അടിപൊളി കാർഡാണ്. ഓക്കെ, സോ എന്തൊക്കെ പറഞ്ഞാലും സൂപ്പർ കാർഡാണ്. ഓക്കെ, നിങ്ങൾക്ക് ആ ഗോള് കണ്ടപ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലേക്ക് കാണും. ഓക്കെ, മൊമെൻറ്റം ഡ്രിബിളിങ്ങും നല്ല നല്ല സ്റ്റാറ്റ്സും നല്ല പ്ലേയിങ് സ്റ്റൈലും ഒക്കെ ഉള്ളൊരു അടിപൊളി കാർഡാണ് ഗൈസ്. ഓക്കെ, സോ എടുക്കാൻ പറ്റുന്നവരൊക്കെ ഇത് എടുക്കുക, അത്ര എനിക്ക് പറയുള്ളൂ. എടുത്തവരൊക്കെ ടീം ഇടുകയും ചെയ്യുക. സൈഡ് ബാർ ഗൈസ്. ഓക്കെ, സോ ഇപ്പോൾ ഗൈസ് നിങ്ങൾക്ക് കളിയെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. ഇതാണ് ഓണസ്റ്റ് റിവ്യൂ. സോ നിങ്ങളുടെ റിവ്യൂ എന്താണെന്ന് പറയുക. ഓക്കെ, നമുക്ക് ഇവിടെ നിന്നൊരു ഷോട്ട് അങ്ങ് എടുക്കുക. നൈസ്. സോ എല്ലാം പോസ്റ്റിൽ തന്നെ പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എവിടെ നിന്ന് അടിച്ചെന്ന് പറഞ്ഞാലും പോസ്റ്റിൽ തന്നെ പോകും, അങ്ങനത്തെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഹാഫ് ടൈം ആയിട്ടുണ്ട്. സോ നമുക്കിപ്പോൾ ഇതാക്കാം ഗൈസ്. ഓക്കെ, സോ നിർത്താം ഗൈസ്. അപ്പോൾ വീഡിയോ ആണെന്ന് എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി ഗൈസ്.